മറ്റൊരു വാർത്ത കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കാൻ പോലീസ് നീക്കം. മേയർ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ തർക്കത്തിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് കാണാതായതിൽ പങ്കില്ലെന്ന് കണ്ടക്ടർ മൊഴി നൽകി. കണ്ടക്ടർക്കൊപ്പം സ്റ്റേഷൻ മാസ്റ്ററെയും വിട്ടയക്കും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ഇവരെ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം എന്താണ് നടപടി? കണ്ടക്ടറിനെ വിട്ടയക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനമായിരിക്കുന്നത്. മേയർ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ തർക്കവുമായി ബന്ധപ്പെട്ട് കണ്ടക്ടർ സുബിനെ പോലീസ് രാവിലെ മുതൽ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം അതായത് പ്രധാനമായും ഇയാളെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയാണ് പോലീസ് ചോദ്യം ചെയ്തിരുന്നത്. ഈ കണ്ടക്ടർ സുബിനെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തതിനു ശേഷം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഒപ്പം തന്നെ ഈ കണ്ടക്ടറിനോടൊപ്പം തന്നെ സ്റ്റേഷൻ മാസ്റ്ററെയും ചോദ്യം ചെയ്യാനായി എത്തിച്ചിരുന്നു. ഇരുവരെയും ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന സംശയം ഈ മെമ്മറി കാർഡ് മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഈ വിഷയത്തിൽ ബന്ധമുണ്ടോ, അല്ലെങ്കിൽ സുബിന് ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ചോദിച്ചു വന്നിരുന്നത്. എന്നാൽ പിന്നീട് ഇതിൽ വ്യക്തമായത് മെമ്മറി കാർഡ് കാണാതായതിൽ തനിക്ക് പങ്കില്ലെന്നുള്ള ഒരു മൊഴിയാണ് നോക്കുന്നത്. ആ തരത്തിൽ തന്നെയാണ് കണ്ടക്ടർ ഉറച്ചു നിൽക്കുന്നത്. പിന്നാലെ കണ്ടക്ടർ CCTV പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടതുകൊണ്ടാണ് ചോദ്യം ചെയ്യലെന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം. CCTV പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടക്ടർ അത് ആ സ്ഥലത്തെല്ലാം ഉണ്ടായിരുന്നു. അതിന്റെ സംശയത്തിന്റെ നിലയിലായിരുന്നു പോലീസ് ചോദ്യം ചെയ്തിരുന്നത്. CCTVയിൽ നോക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് കണ്ടക്ടർ പറയുന്നത്. അല്ലാതെ ഈ വിഷയത്തിൽ തനിക്ക് പങ്കില്ലെന്നും പല കാര്യങ്ങളും താൻ അറിയില്ലെന്നും നേരത്തെ തന്നെ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഇനി പുതിയ തെളിവ് ലഭിക്കാത്ത പക്ഷമാണ് പോലീസ് കണ്ടക്ടറെ വീട്ടിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. അതോടൊപ്പം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന സ്റ്റേഷൻ മാസ്റ്ററെയും വിടാനുള്ള തീരുമാനമാണ് നടക്കുന്നത്. ഏതായാലും ഇപ്പോഴും മെമ്മറി കാർഡ് എവിടെയാണ് നഷ്ടമായതെന്ന് അടക്കമുള്ള കാര്യങ്ങൾക്ക് പോലീസിന് ഉത്തരം ലഭിച്ചിട്ടില്ല. ഏതായാലും മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് എടുത്ത കേസിൽ ഇപ്പോഴും ഒരു തുമ്പ് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നടക്കുന്നത്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ കാര്യം മുന്നോട്ട് പോകുക എന്ന് ഇനി മാത്രമാണ് വ്യക്തമാകുന്നത്. പോലീസ് എന്തായാലും ഈ കേസിൽ അന്വേഷണം നടത്തുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ശരി വിഷ്ണു.